ഹായ് ഹലോ, ഞാൻ മീഷോന്നൊരു പ്രോഡക്റ്റ് വാങ്ങി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. നമ്മൾ കാലിലെ ഉപ്പൂറ്റ് വിണ്ട് കീറലിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിന് രണ്ട് സ്റ്റോൺ പോലെയുള്ള രണ്ട് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. അതിൽ ഒന്ന് കുറച്ച് ഹാർഷാണ്, രണ്ടാമത്തത് കുറച്ച് സോഫ്റ്റാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വെക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ലൈറ്റ് കൂടി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലഗിൽ കുത്തിയതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അടിയിൽ ഒരു ഹോൾ, ചെറിയൊരു നമ്മൾ പിൻ ചെയ്യേണ്ട ഒരു ഹോളുണ്ട്. അതിലേക്ക് ചാർജർ കണക്ട് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ ചാർജ് ചെയ്ത് വെക്കുക. പിന്നെ എത്ര മണിക്കൂർ എന്ന് ചോദിച്ചാൽ ഞാൻ മണിക്കൂറൊന്നും നോക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് സമയം ചാർജ് ചെയ്ത് വെച്ചു, പിന്നെ യൂസ് ചെയ്യാൻ എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ കാല്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടിയും നല്ല ഡീപ്പായിട്ട് വിള്ളലുണ്ട്. അപ്പോൾ വീഡിയോയിൽ അത്ര തെളിഞ്ഞ് കാണുന്നില്ല. അപ്പോൾ ഇതാണ് രണ്ട് കാലിൻ്റെയും അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ തന്നെ ഒരുപാട് നമ്മളിത് സ്ക്രബ് ചെയ്ത് പോക്കാതെ കുറച്ച് ഒന്നുകിൽ ദിവസവും കുറച്ച് സമയം എടുത്തിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ ആഴ്ചക്ക് ഒരു ദിവസം എടുത്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒറ്റ ദിവസം തന്നെ മുഴുവനായിട്ട് കളയണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ കാലിൽ വേദന വരാനോ അല്ലെങ്കിൽ കാല് നിലത്ത് വെക്കുമ്പോഴും വേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ദിവസം കുറച്ച് സമയം യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് മുഴുവനായിട്ട് തീർക്കാതിരിക്കുക. പിന്നെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, കയ്യിൽ ഇങ്ങനെ തെന്നിപ്പോകുന്നുണ്ടായിരുന്നു. അതും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലോലങ്ങ് മാറുമായിരിക്കും. നമ്മളെ കാല് ഏത് രീതിക്ക് വെച്ചാലാണ് നമുക്ക് ഒരു കംഫർട്ടബിളായി തോന്നുക, ആ രീതിയിൽ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. പറഞ്ഞതുപോലെ ഒരുപാട് സമയമൊന്നും, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം സ്ക്രബ് ചെയ്ത് മുഴുവനായിട്ട് പോക്കാൻ നിൽക്കാതിരിക്കുക. കാലിന് ചെറിയൊരു എരിച്ചിൽ പുകച്ചിൽ പോലെയൊക്കെ ഉണ്ടാകും. അപ്പം ചെറിയ രീതിക്ക് എനിക്കുണ്ട് കേട്ടോ. ഞാനിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അലോവേറ ജെല്ലെടുത്തിട്ട് ജസ്റ്റ് അവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാലിൽ മസാജ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ അതിലിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്, അത് കഴുകി മാറ്റാൻ കഴിയുന്നുണ്ട്. ആ സ്റ്റോൺ എടുത്ത് കഴുകുക, വൃത്തിയാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നില്ല, ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. നല്ല രീതിക്ക്, മുഴുവനായിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം കൂടി ഞാനിത് പറയാം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്റ്റോൺ ഇതിൽ കുറച്ച് ഹാർഷായിട്ടുള്ള സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റോൺ വെച്ചു, കാലിലിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് വന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സ്റ്റോൺ കൊണ്ട് അതിൻ്റെ ഉള്ളിലും സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വാങ്ങി യൂസ് ചെയ്യണം എന്ന് കരുതുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളങ്ങനെ പ്രസ് ചെയ്താൽ പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ലൂസായി പിടിച്ചാൽ ഇങ്ങനൊരു സ്ക്രാച്ച് വരാൻ സാധ്യത കുറവായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.